പലതവണയായി പല അവസരങ്ങളിലായി സൂചനകൾ പറയാറുണ്ട്. ഇസ്ലാമികമായി വളരെ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു വിഷയമാണ്, ഇസ്ലാമിൽ സംഗീതോപകരണങ്ങൾ നിഷിദ്ധമാണ്. മിസ്മാറിനെ സംബന്ധിച്ചിടത്തോളം ഹദീസിൽ പ്രയോഗം മിസ്മാറു ശൈത്താൻ എന്നാണ്, പൈശാചികം എന്നാണ് ഇതിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. മദ്യം നാം വെറുക്കുന്നു, വേശ്യാവൃത്തിയും വ്യഭിചാരത്തെയും നാം വെറുക്കുന്നു. ആ രണ്ട് കാര്യങ്ങളുമായി കൊണ്ട് തുടർന്നുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് സംഗീതോപകരണങ്ങളെ എണ്ണിയിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വളരെ ഗുരുതരമാണ്. സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് പലവരും നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. ഈ സമുദായത്തിലുള്ള ഒരു വിഭാഗം ആളുകൾ വരാനിരിക്കുന്നു, അവർ വ്യഭിചാരത്തിന് മറ്റു ചില പേരിട്ടുകൊണ്ട് അത് അനുവദനീയമാണെന്ന് ഫത്വ ഇറക്കും. അതുപോലെ തന്നെ മദ്യത്തിനും ലഹരിക്കുമൊക്കെ പല പേരുകൾ നൽകിക്കൊണ്ട് അതൊക്കെ അനുവദിക്കപ്പെടുന്നൊരു കാലഘട്ടം വരും. അങ്ങനെ മദ്യത്തോടും വ്യഭിചാരത്തോടും താരതമ്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പിന്നെ എണ്ണുന്നത് വൽ മആസിഫ എന്നാണ്. ആർക്കും ഒരു സംശയവും വേണ്ടതില്ല മആസിഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നതിൽ. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ബുഖാരി ഇമാമിന്റെ ആ ഹദീസിന്റെ വ്യാഖ്യാനം എഴുതിയ പണ്ഡിതന്മാരുടെ തഫ്സീറുകൾ പരിശോധിച്ചു നോക്കൂ. വളരെ വ്യക്തമായി കാണാൻ സാധിക്കും, ഇന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ സംഗീതോപകരണങ്ങളും അതിൽ പെട്ടുകഴിഞ്ഞു. പാടില്ല എന്നാണ്. ഇതൊക്കെ അറിയാവുന്ന മുസ്ലിമീങ്ങളുടെ ഫോണുകളിൽ അവർ സംഗീതം ആസ്വദിക്കുകയാണ്. വൈവിധ്യമാർന്ന ഭാഷകളിലുള്ള സിനിമാ ഗാനങ്ങളുടെ മ്യൂസിക്കുകളാണ് നമ്മുടെ ഫോണുകളിൽ നിന്ന് നിലനിൽക്കുന്നത്. ഫോൺ അടിച്ചാൽ വരുന്നത് ആ ശബ്ദമാണ്. നമസ്കരിക്കുന്ന ആളുകൾക്ക് പോലും അലോസരമുണ്ടാക്കാൻ വേണ്ടി ഇബ്ലീസ് അത് പള്ളികളിൽ എത്തുമ്പോൾ ഓഫ് ചെയ്യാൻ പോലും മറപ്പിക്കുന്നു. ശൈത്താൻ അത് മറപ്പിക്കുകയാണ്. കാരണം ശൈത്താൻ സന്തോഷിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ പടച്ചവന് വെറുപ്പുള്ള സംഗീതം മുഴങ്ങണം. ഇനി പള്ളിയിലല്ല, പുറത്താണെങ്കിലും പാടില്ല, എവിടെയാണെങ്കിലും പാടില്ല. ഈ ഉള്ളവൻ എന്റെ കടമ നിർവഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. പക്ഷേ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവെ ഞാനിത് എത്തിച്ചിട്ടുണ്ട് എന്ന് ഈ ഉള്ളവെന്ന് പറയാനും നിങ്ങളത് കേട്ടിട്ടുണ്ട് എന്നുള്ളതിന് നിങ്ങളും സാക്ഷികളാണ്. നമുക്കത് വേണ്ട സുഹൃത്തുക്കളെ, നമുക്കത് വേണ്ട. നമ്മുടെ റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമുക്കെന്തിന്? നമ്മുടെ നേതാവ് വെറുത്തൊരു സംഗതി നമുക്കെന്തിനാണ്? അല്ലാഹുവിന്റെ റസൂൽ മദ്യം പോലെ, വ്യഭിചാരം പോലെ എത്ര വെറുക്കുന്നു നമ്മൾ കള്ളിനെയും വ്യഭിചാരത്തെയും. അതേപോലെ തന്നെ പ്രവാചകൻ മൂന്നാമതായി മആസിഫ് എണ്ണുമ്പോൾ എങ്ങനെ നമുക്കത് ആസ്വദിക്കാൻ കഴിയുന്നു? എന്നിട്ട് ആ പാട്ടും വെച്ചോന് ഫോൺ വരുമ്പോ ഫോൺ അടിച്ചു എന്ന് അറിഞ്ഞാൽ പോലും അവനെടുക്കാൻ മടിയാ. കുറച്ചൊന്ന് കേട്ട് ആസ്വദിച്ചിട്ടേ എടുക്കുള്ളൂ. കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ ഫോണൊന്ന് കുറച്ചു നേരം കേട്ടിട്ടേ അവൻ എടുക്കൂ. ഫോൺ വന്നു എന്ന് അറിഞ്ഞാലും എടുക്കൂല. ഒന്നിങ്ങനെ നോക്കി നോക്കൂ, എന്താ ഈ പാട്ടൊന്ന് കേൾക്കാനാ? അതവന്റെ മനസ്സിൽ രൂഢമൂലമായി കഴിഞ്ഞു. ഒഴിവാക്കുക സുഹൃത്തുക്കളെ. നമുക്ക് ഇനി നമ്മളൊക്കെ അത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ആരാത് ഒഴിവാക്കി? നമ്മൾ ഈ പള്ളിയിൽ വന്നുകൂടി ഇരിക്കുന്നത് എന്തിനാണ്? അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടല്ലേ, വേറൊരു പണിയില്ലാഞ്ഞിട്ടല്ലല്ലോ. നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? അള്ളാന്റെ പൊരുത്തം കിട്ടണം, പരലോകത്തെ എന്തെങ്കിലും രക്ഷപ്പെടണം. ആ അള്ളയാണ് നമ്മളോട് പറയുന്നത്, ആ അള്ളാഹുവിന്റെ റസൂലാണ് പറയുന്നത്. ഇതൊക്കെ അനുവദനീയമാണെന്ന് പറയുന്ന ആളുകളുണ്ടാകും. പക്ഷേ അവഗണിക്കുക നമ്മൾ. നമുക്കത് അനുവദനീയമല്ല. അതേപോലെ തന്നെ കാശ് കൊടുത്തുകൊണ്ട് ഇതുവരെ നമ്മൾ സ്വയം കേട്ടു, ഇപ്പൊ മറ്റുള്ളവരെ കേൾപ്പിക്കുകയാണ്. നിങ്ങൾ എന്റെ ഫോണിലേക്ക് ഫോൺ ചെയ്താൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഞാൻ ഈ അശ്ലീല ചുവയുള്ളതും അല്ലാത്തതുമായ ഗാനങ്ങളും സംഗീതങ്ങളും ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. ഞാനതിന് മാസാന്തം ബില്ലടക്കുകയാണ്. ഈ തോന്നിവാസം നമുക്ക് അവസാനിപ്പിക്കാനായിട്ടില്ലേ? ഈ തോന്നിവാസം മുവഹിദുകൾക്കെങ്കിലും അവസാനിപ്പിച്ചുകൂടെ? മുജാഹിദുകളെന്ന് പറയുന്ന ആളുകളില്ലേ, ഇസ്ലാഹികളെന്ന് പറയുന്ന ആളുകളില്ലേ, സലഫികളാണ് ഞങ്ങളെന്ന് പറയുന്ന ആളുകളില്ലേ?